നമസ്കാരം. വൈ പീപ്പിൾ ബിലീവ് നെഗറ്റീവ് ന്യൂസ് ഫാസ്റ്റർ. നെഗറ്റീവായ വാർത്തകൾ കേൾക്കുന്നത് പെട്ടെന്ന് മനസ്സ് വിശ്വസിക്കും. ശരിയല്ലേ? തെറ്റായ വാർത്തകൾ എന്തുകൊണ്ടാണിത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് പോസിറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കും, സംശയം വരും. എന്നാൽ തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ അത്ര നല്ലതല്ലാത്ത വാർത്തകൾ, നെഗറ്റീവായ വാർത്തകൾ, അവ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. ഒരാൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം, അയാൾ വിജയിച്ചോ എങ്കിൽ അയാൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അത് നമ്മൾ വിശ്വസിച്ചു. പലപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ന്യൂസുകൾക്കും വാർത്തകൾക്കും ഒക്കെ ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് താനും. എന്തുകൊണ്ടാണ് ഇത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക വിശേഷമുണ്ട്. അത് ആദ്യം രൂപപ്പെട്ടത് തന്നെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ്. പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് തലച്ചോറിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായ വാർത്തകളും പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കും. നെഗറ്റീവ് ബയാസ് എന്നാണ് അതിന് പറയുന്നത്. ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ തലച്ചോറ് പെട്ടെന്ന് നമ്മളെ അത് വിശ്വസിപ്പിക്കും. നമുക്കത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മളത് തീർച്ചയായിട്ടും എത്രയോ കാര്യങ്ങൾ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ പോയാലും ആരെങ്കിലും കൊന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നു, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, ഇതെല്ലാം കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ നല്ല വാർത്തകളോ നല്ല മെസ്സേജുകളോ ഒന്നും കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ഇതെന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഈ നെഗറ്റീവായ വാർത്തകൾ സ്ഥിരമായി കേൾക്കുകയും അതിനനുസരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളായിരിക്കും വരുന്നത്. എന്നാൽ പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി കേൾക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അത് അനുഭവപ്പെട്ട് കാണും. അതുകൊണ്ട് ഇന്നു മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ തലച്ചോർ പെട്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് സത്യമാകാൻ വഴിയുണ്ടോ, ഇത് സത്യമായിരിക്കുമോ, എന്നിട്ട് അതൊന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിശ്വസിക്കാവൂ. എന്ത് നെഗറ്റീവ് കേട്ടാലും ഉടൻ വിശ്വസിക്കുന്ന തലത്തിലേക്ക് എത്തിച്ചേരല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ അധികം നെഗറ്റീവായ കാര്യങ്ങൾ കാണില്ല, കണ്ടാൽ തന്നെ അത് ഞാൻ പരിശോധിച്ച് എനിക്ക് അത് ബോധ്യം വന്നാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ പോസിറ്റീവായ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളൊരു പോസിറ്റീവായ വ്യക്തിയായി മാറും. അങ്ങനെ നിങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വീണ്ടും മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.